സുറിയാനി പഠിച്ചതുകൊണ്ട് എന്ത് പ്രയോജനം എന്ന് ചോദിക്കുന്ന ഒരു തലമുറ ഒരു കാലത്ത് നമ്മുടെ നാട്ടിലുണ്ടായിരുന്നു. എന്നാൽ ഈ കഴിഞ്ഞ 30 കൊല്ലങ്ങൾ പരിശോധിച്ചാൽ കാണും സുറിയാനിയോട് അഗാധമായ സ്നേഹമുള്ള വിശ്വാസബന്ധിയായ ഒരു ബന്ധനമുള്ള ആളുകൾ പലരും ഇന്ന് മുന്നോട്ട് വരുന്നുണ്ട്. ഇതൊന്ന് പഠിച്ചിട്ട് തന്നെ കാര്യം. പഠിക്കാഞ്ഞിട്ട് ഒരു കാര്യം പഠിക്കാഞ്ഞിട്ടൊരു പ്രയോജനം ഉണ്ടാവില്ല. പഠിച്ചത് കൊണ്ടും ഉപകാരം ഉണ്ടാകുന്ന നിർബന്ധമില്ല. അഭിമന്യ പിതാക്കന്മാർ റോമിൽ വെച്ച് സിനഡിൽ തീരുമാനങ്ങളൊരു വാർത്തയുണ്ടായിരുന്നു. ഐഡിയലായിട്ട് ലിറ്റററി സെലിബ്രേറ്റ് ചെയ്യുന്ന സെൻറ്റേഴ്സ് നമുക്ക് ആവശ്യമുണ്ട്. നാളിൽ വരെ നോക്കിയിരുന്നെങ്കിലും ഒരു രൂപതയിലും അങ്ങനെ ഒരു മാറ്റം വന്നില്ല. അതിന് കാരണം അജ്ഞതയാണ്. അജ്ഞതയുടെ പേരിൽ ഒരാളെ കുറ്റപ്പെടുത്താൻ സൂക്ഷിച്ചു വേണം കാരണം അജ്ഞത ആർക്കും ഒരു അലങ്കാരമല്ല. നമ്മുടെ വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിൽ നടക്കുന്നത് പോലെ അതിനേക്കാൾ ഉപരി ആത്മപരിശീലനം, വിശ്വാസ പരിശീലനം നടക്കുന്നത് സൺഡേ സ്കൂളുകളിലോ അല്ലെങ്കിൽ സൺഡേ സ്കൂളിനെ സംബന്ധിച്ച വിശ്വാസ പരിശീലന കേന്ദ്രങ്ങളിലെ പ്രോഗ്രാമുകളിലോ ഒക്കെ ആയിരിക്കും. എന്നാൽ അടുത്ത കാലത്തായിട്ട് ഭാഷയോടുള്ള സ്നേഹം ഭാഷയോടുള്ള വെറുപ്പിനെയും സൃഷ്ടിച്ചിട്ടുണ്ട്. ഭാഷയുടെ വെറുപ്പിന് കാരണം ഇത് പഠിച്ചിട്ട് എന്ത് കാര്യമെന്ന് ചോദിക്കുകയാണ്. ഇത് പഠിച്ചിട്ട് എനിക്ക് ജോലി കിട്ടിയില്ല. ജോലി കിട്ടാൻ വേണ്ടിയിട്ടാണ് വേദപുസ്തകം വായിക്കുന്നത്. വേദപുസ്തകം വായിക്കുന്നതും ജോലി കിട്ടുന്നതും 2 കാര്യങ്ങളാണ്. ഇന്ന് ഞാൻ ധരിച്ചിരിക്കുന്ന വസ്ത്രം ഒരു ലോവയാണ് ഒരർത്ഥത്തിൽ. ഇത് ധരിക്കുന്ന ഈ ഷേപ്പിൽ ഇത് ധരിക്കുന്ന ആദ്യത്തെ ആളും ഞാൻ തന്നെ ആയിരിക്കും തോന്നുന്നു. ഇതിന് വില കുറവാണ്, തയ്യൽ കൂലി കുറവാണ്. അതെങ്കിലും ചിലരെ ആകർഷിച്ചെങ്കിലും അത് നന്നായി. ഇത് മാത്രമല്ല ഒരു കറുത്ത ഉടുപ്പ് കൂടി അതിൻ്റെ പുറകെ ചേരാനുണ്ട്. മനഃപൂർവ്വമാണ് ഇത് ഇട്ടുകൊണ്ട് വന്നത്. ഇങ്ങനെയായിരുന്നു പാലക്കൻ മൽപ്പാലസിൻ്റെ അടുത്ത് ചാവലേശനം മറ്റും പോയത് ആദ്യം. എന്നാൽ ആളുകൾ പറഞ്ഞു ഞങ്ങൾക്ക് കറുപ്പ് വേണ്ട, വെളുപ്പ് മതിയെന്ന്. എന്നാലും മംഗലപ്പുഴ സെമിനാരിയിൽ പഠിച്ചിരുന്ന ആളുകൾക്കൊക്കെയും തന്നെ ഉപായം കറുത്തതായിരുന്നു. എന്നാൽ ഇടവ വൈദികർ പലപ്പോഴും വെളുത്ത ഉപായം ഉപയോഗിച്ചിരുന്നു. അതിനു പുറമെ ഒരു മാപ്പിള മുരം മുതൽ പാദം വരെ നീണ്ടു കിടക്കുന്ന കറുത്ത ഒരു കുപ്പായം, അത് മലങ്കര സഭയിൽ ഉണ്ട്. അതിൻ്റെ ഉൽപ്പത്തിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞാൽ കുറേ പഴക്കം പറയേണ്ടി വരുന്നു. ഇതുപോലുള്ള നോവയും ധരിച്ചുകൊണ്ട് കുറേ ആളുകൾ ചാവറേശൻ്റെ നേതൃത്വത്തിൽ കപ്പലിൽ വന്നിറങ്ങിയ ഒരാളെ ഒരു മിഷനറിയെ സ്വീകരിക്കാൻ വേണ്ടിയിട്ട് കുറേ ഷമാശന്മാർ പോയി ഈ രക്ഷപ്പെട്ട്. അവർ ഷമാശന്മാരാണെന്ന് തിരിച്ചറിഞ്ഞില്ല. അതുകൊണ്ട് വന്ന മിഷനറി അവരെ മാത്രം പരിഗണിക്കാതെ നേരെ വരാപ്പുഴയ്ക്ക് പോവുകയും ചെയ്തു. ഈ സംഭവം നമ്മുടെ ആളുകളെ ദുഃഖിതരാക്കി. അവർ ചെന്ന് സുപ്രീമോട് പരാതി പറഞ്ഞപ്പോൾ പാലക്കൻ മൽപ്പാലച്ചൻ തീരുമാനിച്ചു ഇനി മുതൽ ഉപ്പായത്തിൻ്റെ ഷേപ്പ് മാറ്റണം, എങ്കിലേ ആളുകൾ തിരിച്ചറിയും നമ്മൾ കത്തോലിക്കരാണെന്ന്. കത്തോലിക്കിനെ തിരിച്ചറിയാനുള്ള അടയാളം വേറെ പലതുമാണ് തമ്പുരാൻ കർത്താവും അദ്ദേഹത്തിൻ്റെ ശിഷ്യന്മാരും പഠിപ്പിച്ചിരിക്കുന്നത്. നിവൃത്തികേടുകൊണ്ട് ഉപ്പായം ഇടുന്നവരാണ് പലരും. ഉപ്പായം ഇട്ട് പോയി കഴിഞ്ഞാൽ പല നഷ്ടങ്ങളും ഉണ്ടാകും. ഉപ്പായം ഇടുന്ന കാര്യത്തെക്കുറിച്ച് തന്നെ വൈദ്യുതി ചിന്തിക്കണം. പുറമേ കാണുമ്പോൾ ഒരു വൈദികനെ ആദ്യം വേഷം കൊണ്ടാണ് തിരിച്ചറിയുക. ഇപ്പം വേഷം പ്രധാനപ്പെട്ടതല്ലെങ്കിൽ പോലീസിന് എന്തിനാണ് വേഷം, പട്ടാളത്തിന് എന്തിനാണ് വേഷം, ഡോക്ടർമാർക്കും നേഴ്സുമാർക്കും എന്തിനാണ് പ്രത്യേക വേഷം ചോദിക്കേണ്ടി വരുന്നു. ഇത് നമുക്ക് പരമ്പരാഗതമായി കിട്ടിയിരിക്കുന്നതാണ്. ഇത് ധരിച്ചാൽ കേരള ക്രിസ്ത്യാനികളുടെ ഒരു കാര്യത്തിലെങ്കിലും ഐക്യമുണ്ടെന്ന് തെളിയും. പ്രായോഗികമായിട്ട് കുറച്ചുകൂടെ എളുപ്പമാണ് ധരിക്കാനും. സുറിയാനി പഠിച്ചതുകൊണ്ട് നമ്മുടെ വിശ്വാസ ജീവിതത്തെ ആകമാനം പിടിച്ചുലയ്ക്കുന്ന തരത്തിൽ അത് പഠിക്കേണ്ടിയിരിക്കുന്നു. അബ്രാഹാം സഞ്ചരിച്ചത്
ഊർ എന്ന പ്രദേശത്ത് നിന്ന്, ഇന്നത്തെ മെസൊപ്പൊട്ടേമിയ എന്ന് പറയുന്ന ഇറാഖ് എന്ന് പറയുന്ന പ്രദേശത്ത് നിന്നാണ് പുറപ്പെട്ടത്. അദ്ദേഹം ഹാറാനിൽ പോയി താമസിച്ചു. 10 കൊല്ലം മുമ്പ് ഞാൻ ഹാറാനിൽ അബ്രാഹത്തിൻ്റെ കാലത്ത് ഉണ്ടാക്കിയിരിക്കുന്നത് പോലെ അതേ മോഡലിൽ ആർക്കിയോളജിക്കൽസ് ഭൂഗർഭ ശാസ്ത്രജ്ഞന്മാർ കണ്ടെത്തിയ തെളിവുകളുടെ വെളിച്ചത്തിൽ അബ്രാഹത്തിൻ്റെ ഹൗസ് ആവിഷ്കരിക്കാൻ ശ്രമിക്കുന്നുണ്ട്. 100 മീറ്റർ അതിൽ ആളുകളെ നിർത്തുമായിരുന്നു. ഞങ്ങൾ ചെന്ന ദിവസം അങ്ങനെ സംഭവിച്ചു. 100 മീറ്ററോളം ദൂരം നിന്ന് അവിടെ നടത്തിയ ആർക്കിയോളജിക്കൽ ഗവേഷണങ്ങളെക്കുറിച്ച് ചർച്ച ചെയ്തുകൊണ്ട് അറിവുള്ള ആളുകൾ അവിടെ ഉണ്ടായിരുന്നു പലരും. അതിൻ്റെ പേരിൽ ഒരു സമയം വൈകിയെ പോയി അവിടെ തിരിച്ചു പോരുന്ന സമയത്ത് യാക്കോബിൻ്റെ കിണറിനടുത്ത് കിണർ മുഴുവൻ ചപ്പും ചവറുമിട്ട് മൂടിയിരിക്കുകയാണ്. ഇപ്പോഴും ഇവിടുന്ന് വെള്ളം ശേഖരിക്കാവുന്നവർ ഞങ്ങൾ പോയിട്ട് അവസാനം പിടിപെട്ട് ശ്രീയാനിയാണെന്ന് പറയുന്ന ആളെ കല്ലെറിയുന്ന ഒരു കൂട്ടനുണ്ടായിരുന്നു അവിടെ. നസ്രാണി എന്ന് വാക്ക് കേട്ട് കഴിഞ്ഞപ്പോൾ നമുക്ക് കല്ലെറിയാമെന്ന് ഓടി വന്നു. പിന്നെ കടക്കാരാണ് ഞങ്ങളെ രക്ഷിച്ചിട്ട്. കാരണം ടൂറിസ്റ്റുകൾ വന്നാൽ കടക്കാർക്ക് വളരെ നേട്ടമുണ്ടാകും. ടൂറിസ്റ്റുകളാരും വന്നില്ലെങ്കിലോ അതുകൊണ്ട് അറ്റാക്ക് ചെയ്യുന്നതിന് ടൂറിസ്റ്റുകളെ പിടിക്കരുതെന്ന് ഗവൺമെൻറ് കർശന നിർദ്ദേശം കൊടുത്തിരുന്നു. എന്നാലും ബിരിയാണി ഭാഷയോടുള്ള സ്നേഹം 2 കല്ലേറ് കിട്ടിയാലും തരക്കേടില്ലെന്ന് കരുതി ഞങ്ങളൊക്കെ മുന്നോട്ട് തന്നെ പോയി. എന്നാലും ആ സഹായിച്ച നാട്ടുകാരെ പലരും മുസ്ലിങ്ങളാണ്. ഞങ്ങൾക്ക് ഉപകാരമായി തീർന്നു. റംസാൻ്റെ അവസരമായിരുന്നെങ്കിലും ഞങ്ങൾക്ക് ഭക്ഷണം പ്രൊവൈഡ് ചെയ്തതിന് അവർ ശ്രദ്ധിച്ചിരുന്നു. സുറിയാനി ഭാഷ ലോകഭാഷയായിരുന്നൊരു കാലമുണ്ട്. ഭൂരിപക്ഷം ക്രിസ്ത്യാനികളുടെയും ഭാഷയായിരുന്നൊരു കാലമുണ്ട്. ആ കാലമൊന്നും ഇനി തിരിച്ചു വരണമെന്നാലും ആഗ്രഹിക്കേണ്ട കാര്യമില്ല. പക്ഷെ ഒരു കാര്യം ഉറപ്പാണ്, സുറിയാനിയെ അവോയ്ഡ് ചെയ്താൽ ക്രിസ്തുമതത്തിൽ ഒരു ശൂന്യത മാത്രം അവശേഷിക്കും. കർത്താവ് ഈശോ മിശിഹ സംസാരിച്ച് സുറിയാനി അല്ലെന്ന് ചില ആളുകൾ പറയാറുണ്ട്. പക്ഷെ അതത്ര ശരിയല്ല. ചില ഉച്ചാരണ വൈകല്യമോ അതുപോലെ തന്നെ ഭാഷാപരമായ ചില പ്രത്യേകതകളോ മാത്രം അതിന് കാരണമായിത്തീരുന്നത്. സുറിയാനി പഠിച്ചതുകൊണ്ട് ആർക്കും സ്വർഗത്തിൽ പോകാമെന്ന് മോഹിക്കേണ്ട. പക്ഷേ സ്വർഗത്തിലെ ലിറ്റർജി ഭൂമിയിൽ ആഘോഷിക്കുന്നതിൽ ഏറ്റവും മനോഹരമായി സാധിക്കുന്നത് നമ്മുടെ റീത്തിലാണ്. പൗരസ്ത്യ സുറിയാനി പാരമ്പര്യത്തിലുള്ള നമ്മുടെ റീത്തിൽ കാലാകാലങ്ങളിലായി ധാരാളം പിതാക്കന്മാർ, മരുഭൂമി പിതാക്കന്മാർ അതേക്കുറിച്ച് എഴുതിയിട്ടുണ്ട്. അടുത്ത കാലത്ത് നമ്മുടെ ഈ സഭയിൽ നിന്ന് ഒരു പിതാവ് തന്നെ കലാരൂപതയിൽ നിന്ന് സന്യാസത്തിലേക്ക് തിരിഞ്ഞിട്ടുണ്ട്. സന്യാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവർക്കും കുറേശ്ശെ ആവശ്യമാണ്. കുടുംബജീവിതക്കാർക്കും വിവാഹിതർക്കും ഒക്കെ സന്യാസത്തിൻ്റെ ഒരു ചൈതന്യമുണ്ട്. അത് നോയമ്പ് കാലത്ത് പ്രകടിതമായിരുന്നു അടുത്ത കാലം വരെ. നോയമ്പ് കാലം ആഘോഷമായി മാറിയതുകൊണ്ടാണ് ഈ സന്യാസത്തിൻ്റെ ചൈതന്യം അവിടെ വരുന്നില്ല. ശബരിമലയ്ക്ക് പോകുന്ന ആളാണെങ്കിലും ശരി, നേർച്ച നേർന്ന് 40 ദിവസം ഉപവസിച്ച ശേഷമാണ് പോകുന്നത്. പോകേണ്ടത് അങ്ങനെയാണ്. ടൂറിസ്റ്റായിട്ട് പോകുന്ന ആളുകൾക്ക് വേറെ മനോഭാവം ഉണ്ടായിരിക്കാം. വിശ്വാസത്തിൽ ടൂറിസ്റ്റുകളല്ല നമ്മൾ. വിശ്വാസത്തിൽ റെസിഡൻസാണ് പ്രധാനം. എവിടെ താമസിക്കുന്നു, ആരോട് സംവദിക്കുന്നു, ഇത് ഒരു ജനതയുടെ ഭാഷയാണ്, വിശ്വാസത്തിൻ്റെ ഭാഷയാണ്, ത്യാഗത്തിൻ്റെയും സഹനത്തിൻ്റെയും ഭാഷ, സന്യാസത്തിൻ്റെയും വൈദിക ജീവിതത്തിൻ്റെയും ഭാഷ. എല്ലാവർക്കും ഒരു നിയമം തന്നെ ഒരുപോലെയല്ല ബാധകമായിരിക്കുന്നത്. വികലാംഗർക്ക് കിട്ടുന്ന അവകാശങ്ങൾ സർവ്വ അംഗങ്ങളും ആരോഗ്യമുള്ളവർക്ക് കിട്ടുന്ന പോലെ ആയിരിക്കില്ല. ഒരു കൈയുള്ളവൻ നടക്കുന്നത് 2 കൈ ആട്ടിക്കൊണ്ടല്ല, ഒരു കൈ ആട്ടിക്കൊണ്ടാണ് എന്ന് പറഞ്ഞതുപോലെ തന്നെ സുറിയാനി പഠിക്കുന്നത് കൊണ്ട് പ്രത്യേകിച്ച് ജോലി കിട്ടാൻ വേണ്ടിയിട്ടല്ല പഠിക്കുന്നത്. നമ്മുടെ വിശ്വാസ പ്രമാണമനുസരിച്ച് പൂർവ്വപിതാക്കന്മാരിൽ നിന്ന് കിട്ടിയിരിക്കുന്ന ഭാഷയും നമ്മൾക്ക് ആവശ്യമാണ്. അത് മറ്റു വിഷയങ്ങൾക്ക് കൊടുക്കുന്ന പ്രാധാന്യത്തെക്കാൾ അല്പം കൂടി ഉപരിയായി നമ്മൾ കൊടുക്കണം. കാരണം മലയാള ഭാഷയേക്കാൾ പഴക്കമേറിയ ഭാഷയാണത്. കർത്താവ് ഈശോ സംസാരിച്ചത് ഗലീലയൻ അറമായിക്കാണ്. ശിമയോൻ കേഫയോട് ദാസി അല്ലെങ്കിൽ ദാസൻ വാതിൽക്കൽ വെച്ച് സന്ധ്യയ്ക്ക് കർത്താവിനെ കണ്ടുകൊണ്ട് പറഞ്ഞു, പത്രോസിനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, സുറിയാനി ഭാഷയിൽ പറഞ്ഞ കേപ്പായെ നോക്കിക്കൊണ്ട് പറഞ്ഞു, നീയും അവൻ്റെ ശിഷ്യരിലൊരാളാണ്. എങ്ങനെ അവൾ മനസ്സിലാക്കി? പത്രോസിനെ മിണ്ടാതിരുന്നാൽ മതിയായിരുന്നു. സംസാരിച്ച് വെളിപ്പെട്ടപ്പോൾ സുറിയാനി ഭാഷയിലല്ല, ക്രിസ്ത്യൻ അറമായിക്ക് എന്നറിയപ്പെടുന്നതാണ്
ക്രിസ്ത്യൻ അറമായിക്ക് ക്രൈസ്തവരുടെ അറമായ ഭാഷ എന്നാണ് അത് അറിയപ്പെട്ടിരുന്നത്. ആ അറമായ ഭാഷയിലാണ് ഈശോ സംസാരിച്ചതും പ്രസംഗിച്ചതും പഠിപ്പിച്ചതും. ഹീബ്രു വായിച്ചിരുന്നു എന്നുള്ളത് തീർച്ചയാണ്. ബാലനായ ഈശോയെ നമ്മൾ സുവിശേഷത്തിൽ കാണുന്നുണ്ട്. എന്നാൽ ബാലൻ ഒരു ദിവസം കൊണ്ട് വളരുന്നില്ല. 3 ദിവസം കഴിഞ്ഞാണ് മാതാപിതാക്കൾ എന്ന് കരുതപ്പെട്ടിരുന്ന മറിയവും യോസേപ്പും ഈശോയെ കണ്ടുമുട്ടുന്നത്. ആ 3 ദിവസങ്ങൾ എവിടെയായിരുന്നു? അറിയത്തില്ലാത്തൊരു രഹസ്യം. പക്ഷേ ഒരു ബാലൻ എന്ന നിലയ്ക്ക് യഹൂദ അവകാശങ്ങളുള്ള ദേവാലയത്തിൽ നിന്ന് അല്ലെ അതിൻ്റെ പരിസരത്ത് അതിനുള്ള സംവിധാനം ഉപയോഗിക്കുന്നു. കൂട്ടം വിട്ട ആളുകളെ കണ്ടുപിടിക്കുന്നതിന് പറ്റും. 3 ദിവസം കഴിഞ്ഞാണ് കണ്ടെത്തുന്നത്. ഈ 3 ദിവസം കർത്താവ് എവിടെ സഞ്ചരിച്ചിരുന്നു? ഇങ്ങനെയുള്ള വേദപുസ്തകത്തിൻ്റെ രഹസ്യങ്ങളിലേക്ക് വിരൽ ചൂണ്ടുന്ന പ്രസിദ്ധ ബൈബിൾ ഇതുവരെ മലയാളത്തിലേക്ക് പൂർണ്ണമായ തൃപ്തികരമായ വിധത്തിൽ ഹൈറാർക്കിയുടെ അനുവാദത്തോടും ആശീർവാദത്തോടും കൂടി തർജ്ജമ ചെയ്ത് കിട്ടിയിട്ടില്ല. ആ തർജ്ജമ ചെയ്യാൻ വേണ്ടിയിട്ട് ആൻഡ്രൂസത്തിനും വിദ്യാപീഠവും മണിയാട്ടത്തിനും ഒക്കെ ശ്രമിക്കുന്നതായിട്ട് കേട്ടു സന്തോഷിക്കുന്നു. സുറിയാനി പഠിച്ചതുകൊണ്ട് എനിക്കെന്ത് നേട്ടമുണ്ടായി? എൻ്റെ വിശ്വാസത്തിൽ കുറച്ചുകൂടി ഉറപ്പ് വന്നു. അധികാരികളെ അനുസരിക്കാതെ നടന്നാൽ അധികാരം നൽകപ്പെടുന്നത് ദൈവത്തിൽ നിന്നാണ്. ദൈവത്തിൽ നിന്ന് അധികാരം സ്വീകരിച്ചവർ ദൈവികമായ ആ കടമ നിർവഹിക്കുന്നതോടുകൂടി ചിലപ്പോൾ ദേഷ്യപ്പെട്ടെന്നിരിക്കും. എന്നാലും മക്കളോട് മാതാപിതാക്കൾ ദേഷ്യപ്പെടാറില്ലേ? വേദപുസ്തകത്തിലെ ഒരു വാക്കിൽ ഞാൻ സൂചിപ്പിക്കാം. ഒന്നാമത്തെ പുസ്തകം സൃഷ്ടിയുടെ പുസ്തകം. ഉൽപ്പത്തി പുസ്തകം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശരിയായിരിക്കില്ല. സൃഷ്ടിയുടെ പുസ്തകം ആദ്യത്തെ വാക്യത്തിൽ നമ്മൾ കാണുന്നതാണ്. ആദ്യത്തെ വാക്യത്തിൽ സൃഷ്ടിയുടെ വർണ്ണന വന്ന് നിൽക്കുന്ന ഒരു ഭാഗമുണ്ട്. മനുഷ്യനെ സൃഷ്ടിക്കുന്ന തോട്ടമുണ്ടാക്കി. ആ തോട്ടത്തിൽ സൂക്ഷിപ്പുകാരനായി കാര്യസ്ഥനായി ഒരുവനെ നിയമിക്കുകയും ചെയ്തു. പിന്നീടാണ് സഖിയുടെ കാര്യം ഓർത്തത്. അതും നൽകി. ഇങ്ങനെ വിശ്വാസത്തിൽ ഗൂഢമൂലമായി വളരുന്നതിന് അവർക്കൊരു ഭാഷ വേണ്ടി വന്നു. ദൈവം തന്നെ ആ ഭാഷ അവർക്ക് കൊടുത്തു എന്നാണ് അറമായ വിശ്വാസികൾ കരുതുന്നത്. നമ്മുടെ ചിന്തയ്ക്ക് ഉപരിയാണ് ഭാഷയിലൂടെയുള്ള സംവാദം. ഏലി ഏലി ലമാന ശബക്താനി എന്ന് പറഞ്ഞപ്പോൾ കിട്ടുന്ന ഒരു ആവേശം മറ്റ് ഭാഷകളില്ല. വേദപുസ്തകത്തിലെ 1-ാമത്തെ അധ്യായത്തിൽ തന്നെ പറയുന്നു, നെഹവേ നുഹറ, നുഹറ പ്രകാശം, നെഹവേ ഉണ്ടാകട്ടെ വെളിച്ചം. മനുഷ്യന് സൃഷ്ടിക്കുന്നതിന് ഒരുക്കമായിട്ട് പർദീസ മുഴുവൻ ചാർത്തി അണിഞ്ഞു നിൽക്കുക. ദൈവം തന്നെ പറയുകയാണ്, വെളിച്ചമുണ്ടാകട്ടെ. വഹവ നുഹറ. അതിന് മറുപടിയായിട്ട് സൃഷ്ടിജാലങ്ങൾ പെട്ടെന്ന് പ്രത്യക്ഷപ്പെട്ടു. ദൈവത്തിൻ്റെ വചനമാണ് പ്രധാനമായിരിക്കുന്നത്. ദൈവത്തിൻ്റെ വചനമനുസരിച്ച് നടക്കുന്നവനാണ് ഭാഗ്യവാൻ. യഥാർത്ഥ പാതയെ വഴിതെറ്റാതെ മാർഗം വരുത്താതെ നടക്കുന്നത്. ഈ യഥാർത്ഥ വഴി കണ്ടെത്തുന്നതിന് ആദിമസഭയിലേക്ക് നോക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പനെ അറിയില്ലാത്ത മക്കൾ ഏത് ഭാഷയാണ് സംസാരിക്കുക? മനുഷ്യഭാഷ സംസാരിക്കുന്നവരും മൃഗഭാഷ സംസാരിക്കുന്നവരുമുണ്ട്. മൃഗഭാഷ സംസാരിക്കുന്ന പോലെ തന്നെ സസ്യജാലങ്ങൾക്കെല്ലാം തമ്മിൽ ബന്ധമുണ്ട്. ഇപ്പോൾ ശാസ്ത്രജ്ഞന്മാർ അതിനെക്കുറിച്ചൊക്കെ അന്വേഷിക്കുന്നുണ്ട്. പക്ഷേ മനുഷ്യനെ ഒരു മൃഗമാക്കിക്കൊണ്ടും മനുഷ്യനെ ചെന്നായുടെ സ്വഭാവക്കാരനാക്കിക്കൊണ്ടും പലപ്പോഴും മനുഷ്യത്വമില്ലായ്മ അരങ്ങേറുന്ന സമൂഹത്തിൽ ശാന്തത സംസാരിക്കുന്ന ആളുകളെയും ശാന്തിയുടെ ഭാഷയായ സുറിയാനി അഥവാ ക്രൈസ്തവ അറമായ ഭാഷ അത് നമ്മളെ ഒന്നിപ്പിക്കും. സുറിയാനി പഠിച്ചിട്ടുണ്ടെങ്കിൽ കേരളത്തിൽ ഒരു കത്തോലിക്കാ സഭ ഉണ്ടാകുമായിരുന്നുള്ളൂ. അതിന് ഇപ്പോഴും ഉദാഹരണങ്ങളുണ്ട്. ഞാൻ ഈ കുപ്പായ ഇട്ട് കഴിഞ്ഞാൽ യാക്കോബായക്കാർ ഓരോ ദിവസം വിചാരിക്കും ഇവനാ ഞങ്ങളുടെ കമ്പനിയാണെന്ന്. അത് തൊപ്പി വെക്കില്ല. കുപ്പായം കണ്ടുകൊണ്ട് അത് തിരിച്ചറിയുന്നത്. പട്ടാളക്കാരനെ തിരിച്ചറിയണം എങ്ങനെയാണ്? ഇതൊക്കെ പറഞ്ഞു കഴിഞ്ഞാലും ഒരു അസൗകര്യമായിട്ട് കരുതുന്ന ചിലരുണ്ട്. അസൗകര്യമായിട്ട് കരുതുന്ന പല ആളുകളും വേറെ പലതും അസൗകര്യങ്ങളായിട്ട് തീർക്കാറുമുണ്ട്. രഹസ്യമായി പോകുന്ന സ്പൈ വർക്ക് നടക്കുന്നവരാണ് ചിലർ. മറ്റുള്ളവരിൽ കുറ്റം ആരോപിക്കാനും മറ്റുള്ളവരിൽ നിന്ന് നന്മയൊന്നും കാണാതിരിക്കാനും ശ്രദ്ധിക്കുന്നവർ. പൗരസ്ത്യ സുറിയാനി സന്യാസ ചരിത്രം 3 വലിയ വാല്യങ്ങൾ
ആയിരക്കണക്കിന് പേജുകൾ ജർമ്മൻ ഭാഷയിലും ഇംഗ്ലീഷ് ഭാഷയിലും പ്രസിദ്ധീകൃതമായിട്ടുണ്ട്. ആർതർ ബീവോസ് എന്ന ഒരു പഴയ റഷ്യക്കാരൻ അമേരിക്കയിലാണ് മരിച്ചത്. അദ്ദേഹം നടത്തിയിടത്തോളം പഠനങ്ങൾ വേറെ ആരും നടത്തിയിട്ടില്ല സുറിയാനിയെ സംബന്ധിച്ച്. അതുപോലെ തന്നെ സുറിയാനിയെ സംബന്ധിച്ച് ഇന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും ഉത്തമനായ ആംഗ്ലിക്കൻ ആണെങ്കിലും കത്തോലിക്കൻ കമ്മ്യൂണിയനിലുള്ള സെബാസ്റ്റ്യൻ ബ്രോക്കും അദ്ദേഹത്തിൻ്റെ ഭാര്യയുമായിരിക്കും. ഏറ്റവും അധികം ആദരിക്കപ്പെടുന്ന രണ്ട് വ്യക്തികളാണവർ. ഗുരുജനങ്ങളോട് നന്ദി കാണിക്കുക ശിഷ്യഗണങ്ങളുടെ കടമയാണ്. എന്നെ ഒരു ഗുരു എന്ന് ആരെങ്കിലും വിളിച്ചു എന്നുണ്ടെങ്കിൽ അതിനർത്ഥം ഞാൻ കടപ്പാടുള്ളവനാണ്. മനുഷ്യൻ്റെ ഭാഷ പഠിപ്പിക്കണം. ആ ഭാഷാ പഠനത്തിന് ആദിമസഭയുടെ ഏറ്റവും മനോഹരമായ ഉദാഹരണം ഇതാണ്. ഉണ്ടാകട്ടെ വെളിച്ചം, ഉണ്ടായി വെളിച്ചം. നെഹവേ നുഹറ വാഹവ നുഹറ, രണ്ട് വാക്കേ ഉള്ളൂ. അതിൻ്റെ അടുത്തൊരു കവിതയുണ്ട്. കവിതയുടെ ഭാഷയാണ് സുറിയാനി. അതിൻ്റെ ഭിന്നതം എന്നറിയപ്പെടുന്ന പരിശുദ്ധ റൂഹായുടെ ഭിന്നതം എന്നറിയപ്പെടുന്ന അപ്രയം മൽപ്പാനെക്കുറിച്ച് പഠിക്കുന്നതിന് എൻ്റെ അധികാരികൾ അനുവദിച്ചതിൽ അതിനെപ്പോഴും കടപ്പെട്ടിരിക്കുന്നു. അത് സുറിയാനി ബൈബിൾ വായിക്കുന്നതും മലയാളം ബൈബിൾ വായിക്കുന്നതും അജഗജാന്തരമുണ്ട്. സുറിയാനിയുടെ പാട്ട് പാടിയാൽ അതിൻ്റെ അകത്തേക്ക് നമ്മുടെ ആത്മാവ് ചെന്നൊളിക്കുകയാണ്. തോട്ടത്തിലേക്ക് പ്രവേശിക്കുന്ന ആദത്തോട് ദൈവം ചോദിക്കുന്നു, നീ എവിടെയാണ്? കർത്താവിൻ്റെ കാലടിപ്പാടുകൾ കരിയലിയിൽ മുഴങ്ങുന്നത് കേട്ടുകൊണ്ട് ഉണർന്നു നിന്ന ആദം താൻ എവിടെയാണെന്ന് അറിയുന്നില്ല. ഒളിച്ചിരിക്കണം, ദൈവത്തിൽ നിന്ന് ഒളിച്ചിരിക്കണം. ദൈവികമായ ഭാഷ എന്ന് വിശേഷിപ്പിക്കുക. മാത്രമല്ല മറ്റു ചില മതക്കാർ പോലും, അത്ര കത്തോലിക്കനും ക്രൈസ്തവരും അല്ലാത്തവർ പോലും ദൈവത്തിൻ്റെ ഭാഷ അളമായയാണെന്ന് പ്രഖ്യാപിച്ചിട്ടുണ്ട്. അളമായയ്ക്ക് ഹീബ്രുവിനായിട്ട് സാമ്യമുണ്ടെങ്കിലും ആ സാമ്യം കൂടുതൽ വന്നത് സുറിയാനി വഴിയായിട്ടാണ്. 1-ാം നൂറ്റാണ്ടിലും 8-ാം നൂറ്റാണ്ടിലുമൊക്കെ ശ്രീഹന്മാരും അവരുടെ പിൻഗാമികളും സംസാരിച്ചത്, ഷെമിയോൻ കേപ്പ സംസാരിച്ച ഭാഷ, ആ ഭാഷ പഠിക്കരുത് എന്ന് ആരും പറഞ്ഞിട്ടില്ല. പഠിക്കരുത് എന്ന് പറയുന്നെങ്കിൽ ശ്രദ്ധിക്കുക, നിങ്ങൾ ആ ഭാഷയിൽ എഴുതപ്പെട്ടിട്ടുള്ള വേദവചനങ്ങളെ തിരസ്കരിക്കുകയായിരിക്കും ഫലം. വേദപുസ്തകം ഒന്നല്ലേ ഉള്ളെന്ന് ചോദിക്കും. ഒന്നേ ഉള്ളൂ, പക്ഷേ അതിന് പല ചരിത്രാംശങ്ങൾ കാരണം, കയ്യെഴുത്തിൻ്റെ തെറ്റുകളും കുറ്റങ്ങളും കാരണം കുറവുകളുണ്ടായിരിക്കാം. പക്ഷേ ലോകഭാഷകളിലേക്ക് ഇത്രമാത്രം തർജ്ജമയായിട്ടുള്ള പുസ്തകമില്ല. സുറിയാനിക്കാർക്ക് എന്ന് പറയുന്നവർക്ക് നാണക്കേടുണ്ടാകുന്ന സംഗതിയാണ് ഇതുവരെ സഭയ്ക്ക് അത് പൂർണ്ണമായ അർത്ഥത്തിൽ എല്ലാവർക്കും സ്വീകാര്യമായതുപോലെ അവതരിപ്പിക്കാൻ പറ്റിയിട്ടില്ല എന്നുള്ളത്. ഇനിയെങ്കിലും അത് സാധിക്കട്ടെ. സുറിയാനി പഠനത്തിന് കഴിഞ്ഞ 30 വർഷത്തിന് ശേഷം ഉണ്ടായ മാറ്റം അചിന്ത്യമാണ്. ഇത് വേണ്ട എന്ന് പറയുന്ന ആളുകൾ പോലും പഠിച്ചു കഴിയുമ്പോൾ അതിൻ്റെ ആവശ്യകതയെക്കുറിച്ച് പറഞ്ഞു. വട്ടങ്കി അച്ഛൻ ഇന്ത്യൻ ഫിലോസഫിയിലും മാസ്റ്ററായിരുന്നു, പൂനായി പഠിപ്പിച്ചിരുന്നത്. അതേ 76 വയസ്സിൽ സുറിയാനി ഒന്ന് പഠിക്കാൻ വന്നു. കാരണം എൻ്റെ എഫ്രൈമിൻ്റെ ചില ആശയങ്ങൾ വിശദീകരിച്ചപ്പോൾ ഇത് തന്നെയാണ് ശങ്കരാചാര്യർ പറഞ്ഞിരിക്കുന്നതെന്ന് പറഞ്ഞു. അങ്ങനെയാണ് മതാന്തര സംവാദത്തിന് സ്ഥാനമുണ്ട്. മതാന്തര സംവാദങ്ങൾക്ക് പോകുന്ന ആളുകൾ തീർച്ചയായും സുറിയാനി പഠിച്ചിരിക്കണം, അല്ലെങ്കിൽ അവരെ ബോധ്യപ്പെടുത്താൻ പ്രയാസമാണ്. ഇത് ഖുർആനിൽ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ടല്ലോ, അല്ലെങ്കിൽ വേദഗ്രന്ഥങ്ങളിൽ ഇങ്ങനെ കാണുന്നുണ്ടല്ലോ എന്ന് പറഞ്ഞ് കഴിഞ്ഞതുകൊണ്ട് കാര്യമില്ല. ആദിച്ചനെല്ലൂർ എന്ന സ്ഥലം മദ്രാസിന് പഴയ മദ്രാസ് സ്റ്റേറ്റിലുണ്ട്. അവിടെ നിന്ന് കണ്ടെടുത്തിരിക്കുന്ന നരവംശ ശാസ്ത്രജ്ഞന്മാർ ലോകത്തെ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ള ചില നിഗമനങ്ങളിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. അവിടെയുള്ള ആളുകൾ പല ജാതികളിൽപ്പെട്ടവരാണ്. അവരുടെ DNA ഒക്കെ തിരിച്ചറിഞ്ഞ് ജാതിയെ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ്. 100-ലധികം വർഷങ്ങളായിട്ടും പരിഹാരം ഉണ്ടാകാത്ത പ്രശ്നം. അതുപോലെ എടക്കൽ ഗുഹകളിൽ വയനാട്ടിൽ അവശേഷിക്കുന്ന ചില ഒരു വലിയ ഒരു പരമ്പര എഴുത്തുകൾ അവിടെ കാണുന്നു. അത് അസീറിയൻസിൻ്റെ എഴുത്തും തമ്മിൽ സാമ്യം കാണുന്നു. ഇതാരും പറഞ്ഞിട്ടില്ലാത്ത കാര്യമാണ്. അതേക്കുറിച്ച് പഠിക്കേണ്ടത് ആവശ്യമാണ്. ചുരുക്കത്തിൽ നമ്മുടെ ചരിത്രം പഠിക്കുന്നതിന് 3000 വർഷമെങ്കിലും പുറകോട്ട് നീങ്ങേണ്ടി വരും. അത്രയും പഴക്കമുള്ള ഒരു പാരമ്പര്യം നമുക്കുണ്ടെന്ന് അടുത്ത കാലത്ത് പട്ടണം ഗവേഷണം നടത്തുന്ന
ഒരു കൊടുങ്ങല്ലൂർ തോമാസിയ വന്ന് ഇറങ്ങിയെന്ന് വിശ്വസിക്കുന്ന കഥയിലുണ്ട്. വടക്കൻ പറവൂരിൽ നിന്ന് 2 കിലോമീറ്റർ ദൂരെ. അവിടെയൊക്കെ കിട്ടുന്ന സൂചനകൾ ഈ അറബായാലും അസീറിയൻസും ഒക്കെ ഇങ്ങോട്ട് കുടിയേറിയിട്ടുണ്ടെന്നുള്ളതാണ്. അവർ അപ്പോഴപ്പോഴോ കൊണ്ടുവന്ന ഭാഷ ഇവിടെ വികസിച്ചു. തോമാസിയ ഇന്ത്യക്ക് വരുന്നതിന് ഒരു കാരണമായി തീർന്നത് ഈ ഭാഷയാണ്. ഭാഷാപരമുണ്ടെന്ന് പറഞ്ഞാലും അതെല്ലായിടത്തും ഒരുപോലെ ഏശിയിരുന്നില്ല. ഭാഷാപരം കൂടാതെ അന്നത്തെ മലയാളത്തിൽ സംസാരിക്കുന്നത് തോമാസിയയ്ക്ക് സാധിച്ചു. കൊയ്ത്തിങ്ങർ ട്രാവലേഴ്സ് ഇത് 2-ാം നൂറ്റാണ്ടിൽ എഴുതപ്പെട്ട രേഖ ചൂണ്ടിക്കാണിക്കുന്നു. മർത്തമറിയം സുവാനീസ എന്ന് അവിടെ എഴുതിയിട്ടുണ്ട്. മർത്തിമറിയം എന്നായിരുന്നെങ്കിൽ അറമായിക്കാവുമായിരുന്നു. മർത്തമറിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതാവില്ല. അതുകൊണ്ടാണ് 5 വ്യത്യസ്ത ഭാഷകളുണ്ടായിരുന്നു പലസ്തീനായാലും, ഗ്രീക്കും ലാറ്റിനും കൂടാതെ തന്നെ അറമായിയുടെ പല വകഭേദം. എന്നിരുന്നാലും 15-ലേറെ ഉപഭാഷകൾ, ഡയലക്ട്സ് ഈ അറമായ ഭാഷയ്ക്ക് വിവിധ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. ഇതിങ്ങനെയുള്ള അറിവുകളിലേക്കും അതിരുകളിലേക്കും നീങ്ങുമ്പോഴാണ് സഭയുടെ വിശാലമായ ദർശനം, സഭൈക്യ ദർശനം പൂർണ്ണമാകുന്നത്. അതുകൊണ്ട് ഇന്ന് കുപ്പായം ഇട്ടിരിക്കുന്നതുകൊണ്ട് ഇവൻ യാക്കോബായക്കാരനാണെന്ന് അതിന് തെറ്റിദ്ധരിക്കേണ്ട കാര്യമില്ല. ആ കുപ്പായം കൊണ്ടാണ് വ്യത്യാസം വന്നത്. ചാവറേശൻ്റെ ഗുരുവായ പാലക്കൽ മെത്രാനസിൻ്റെ തീരുമാനമാണ്. അത് മറ്റുള്ളവർ കാലക്രമം അംഗീകരിച്ചു എന്നേ ഉള്ളൂ. വസ്ത്രത്തിനെ കുറിച്ച് വർണ്ണനയോടുകൂടി എല്ലാവർക്കും ഹൃദയപൂർവ്വം നന്ദി പറഞ്ഞുകൊണ്ട് എല്ലാവരും പ്രാർത്ഥനയിൽ തയ്യാറായി ഓർക്കണമെന്ന്, ഒരു ആവോന്ദസ്മയ്യായ എങ്കിലും ദിവസം ചെല്ലാൻ പഠിക്കണമെന്ന് കുട്ടികളോടും മുതിർന്നവരോടും ഒരുപോലെ ഞാൻ അപേക്ഷിച്ചു.